Hi everyone. ഇന്ന് ഇഗ്നോന്റെ BCOC 131 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഹയർ പർച്ചേസ് അക്കൗണ്ട്സ് എന്ന ചാപ്റ്ററാണ് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. ആ അസറ്റ് ഒരു പ്രത്യേക പീരീഡ് ഓഫ് ടൈം വരെ ഇൻസ്റ്റാൾമെന്റ് മുഖേന അടച്ചിട്ടത് സ്വന്തമാക്കുകയും ചെയ്യുന്നു. വാങ്ങുന്ന സമയത്ത് ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കും. പിന്നീടുള്ള ബാക്കിയുള്ള തുക ഘട്ടം ഘട്ടമായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർക്കുകയും ചെയ്യുന്നു. ഇൻ കേസ് ഈ വ്യക്തി ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടില്ല, മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല വെച്ചാൽ കമ്പനി എന്ത് ചെയ്യും? ഏത് ഷോപ്പിൽ നിന്നാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അവരത് റീപ്രോസസ് ചെയ്യുകയും അതായത് തിരിച്ചെടുക്കും. അതുവരെ ഇയാൾ അടച്ചിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് തുക ഇയാൾ ഉപയോഗിച്ച അസറ്റിനുള്ള വാടകയായിട്ട് കണക്കാക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. When a person wants to acquire an asset and he makes the payment within a stipulated period of time by installments. അപ്പോൾ അങ്ങനെ ഒരു എഗ്രീഡ് പീരീഡ് ഓഫ് ടൈമിൽ വിത്ത് ഇൻട്രസ്റ്റ് മുഖേന ഇദ്ദേഹം അടച്ച് തീർക്കുകയും ചെയ്യും. ഇനി ഒരു ഹയർ പർച്ചേസ് എഗ്രിമെന്റിന്റെ ഫീച്ചേഴ്സ് വെച്ചാൽ ഒന്ന് അതിന് പൊസിഷൻ അല്ലേ, ആ ട്രാൻസ്ഫർ ഓൺലി പൊസിഷൻ, അത് ഉപയോഗിക്കാനുള്ള ഒരു അവകാശം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന്റെ ഉടമസ്ഥ അവകാശം എന്ത് ചെയ്യുന്നില്ല, കൈമാറുന്നില്ല. പിന്നെ അതിന്റെ തുക ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കണം. പിന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിരിക്കണം. ഇതിന്റെ ഓണർഷിപ്പ് കൈമാറണമെങ്കിൽ, അതായത് ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ആരാണോ ഹയർ പർച്ചേസിലൂടെ അത് മേടിക്കുന്ന ആള് അയാൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർന്നിരിക്കണം എന്നുള്ളതാണ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരെ. ദെൻ റീപൊസിഷൻ, എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, അതായത് ഇൻസ്റ്റാൾമെന്റ് തുക അടയ്ക്കാതെ ഇയാൾ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഹയർ വെൻഡർ എന്ത് ചെയ്യും, ഈ ഗുഡ്സ് തിരിച്ചെടുക്കുകയും ചെയ്യും. യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷനും കൊടുക്കുന്നതല്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഹയർ വെൻഡർ. ആരാണോ സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നത് അയാളെ ഹയർ വെൻഡർ എന്നും, അതിൽ വാങ്ങുന്ന ആളെ നമ്മൾ ഹയർ പർച്ചേസർ എന്നും, ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് നമ്മൾ റിയൽ ക്യാഷ് കൊടുത്ത് മേടിക്കുമ്പോഴേ ഒരു കടയിൽ എത്രയാണോ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അതാണ് ക്യാഷ് പ്രൈസ്. ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ പർച്ചേസ് നടത്താൻ വേണ്ടി ചെയ്യുന്ന ഇനീഷ്യൽ പേയ്മെന്റിനെ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നു. ദെൻ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെന്റിന് ശേഷം ബാക്കിയുള്ള തുക ഓരോ റെഗുലർ ഇന്റർവെല്ലിൽ ഒരു നിശ്ചിത എമൗണ്ട് ആയിട്ട് അടയ്ക്കും. ആ ഇൻസ്റ്റാൾമെന്റ് ആണ് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. അടുത്ത ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഹയർ പർച്ചേസർ ആ അസറ്റ് സ്വന്താക്കാൻ വേണ്ടിയിട്ട് ഹയർ പർച്ചേസ് എഗ്രിമെന്റിലൂടെ എത്രയാണോ ടോട്ടൽ എമൗണ്ട് അടയ്ക്കുന്നത് അതിനെ നമുക്ക് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയാം. ദെൻ അസർട്ടൈൻമെന്റ് ഓഫ് ടോട്ടൽ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ക്യാഷ് പ്രൈസ്, ഇൻസ്റ്റാൾമെന്റിന്റെ എമൗണ്ട് ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ ഹയർ പർച്ചേസ് ഫ്രം സെറ്റ് ലിമിറ്റഡ് ഓൺ 2016 January 1st, paying ₹8,000 immediately and agreeing to pay 3 annual installments. നോക്കൂ, 2016 ജനുവരി 1 8,000 രൂപ അടച്ചു. പിന്നെ ബാക്കിയുള്ളത് 8,000 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ ഡിസംബർ 31. ഇതിന്റെ ക്യാഷ് പ്രൈസ് വരുന്നത് 29,800 രൂപയാണ്. അപ്പോൾ മറ്റേത് എത്ര വരും നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ആദ്യം 8,000 അടയ്ക്കുന്നുണ്ട്, കൂടാതെ 8,000ന്റെ 3 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അപ്പൊ 24 പ്ലസ് 8 അല്ലെ, ആ എമൗണ്ട് ആണ്. കാരണം 8x3 ഇൻസ്റ്റാൾമെന്റ് അല്ലേ വരുന്നത്. 8x3 പ്ലസ് ഡൗൺ പേയ്മെന്റ് ആയിട്ടുള്ള ഒരു 8 കൂടി ചേർന്നിട്ടാണ് വരുന്നത്. ഇതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് 5% ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ എത്ര രൂപയാണോ അതും ഈ ഹയർ പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പൊ ഹയർ പർച്ചേസ് പ്രൈസ് എങ്ങനെ കാണുന്നത്? ക്യാഷ് ഡൗൺ പേയ്മെന്റ് ഞാൻ പറഞ്ഞു 8,000 രൂപ,
പിന്നെ 8000ന്റെ 3 ഇൻസ്റ്റാൾമെന്റുകളും ചേർത്ത് 32,000 ഉണ്ട്. ശരിക്കും നമ്മൾ ഒന്നിച്ച് ക്യാഷ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ എത്ര കൊടുത്താൽ മതി? 29,800 കൊടുത്താൽ മതി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്? ഇതിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് എത്ര വരുന്നുണ്ട്? 2,200 വരുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഓരോ ഇൻസ്റ്റാൾമെന്റിൽ ആ ഒരു ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട് എന്ന് മനസ്സിലാവും അല്ലേ? ഇനി ഇൻട്രസ്റ്റ് ഓൺ ഈച്ച് ഇൻസ്റ്റാൾമെന്റ് ആസ് ഫോളോസ്. അപ്പൊ നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ എത്ര ഇൻസ്റ്റാൾമെന്റിന്റെ കൂടെ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് എങ്ങനെ കാണാം? ആദ്യം ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് എത്രയാണെന്നുള്ളത് എങ്ങനെയാണ് അത് കാണുന്നത്? ടോട്ടൽ ക്യാഷ് പ്രൈസ് മൈനസ് ഡൗൺ പേയ്മെന്റ്. ടോട്ടൽ ക്യാഷ് പ്രൈസ് മൈനസ് ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി. ടോട്ടൽ ക്യാഷ് പ്രൈസ് എത്രയാണ് തന്നിട്ടുള്ളത്? 29,800 ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും ഡൗൺ പേയ്മെന്റ് 8,000 കുറച്ചു അല്ലേ? ഡൗൺ പേയ്മെന്റ് 8,000 നമ്മൾ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ 8,000 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21,800 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ എമൗണ്ടിന്റെ മേലെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 21,800 കണ്ടോ? 21,800 ഇൻറ്റു എത്ര കിട്ടി? 5% ഇൻട്രസ്റ്റ് അങ്ങനെ കാണുന്നത്. അപ്പോൾ 21,800 കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ എന്ത് വരുന്നുണ്ട്? 29,000 അതിന്റെ ക്യാഷ് പ്രൈസ് 29,800 രൂപയാണ് അതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? 29,800 രൂപ. 29,800 രൂപ ക്യാഷ് പ്രൈസ്. അതിൽ നിന്നും നമ്മൾ 8,000 കുറച്ചു, ബാക്കി 21,800 രൂപ കിട്ടും. അതിന്റെ 5% കണ്ടാൽ 1,090 രൂപ. ഇതാണ് ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ? അപ്പൊ ഇനി ക്യാഷ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാഷ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇൻസ്റ്റാൾമെന്റ് മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. അത് കിട്ടാൻ എങ്ങനെ ചെയ്യുക? ആദ്യത്തെ ഒരു ഒന്നാം ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 8,000 രൂപ. അതിൽ നിന്നും ഈ ഇൻട്രസ്റ്റ് കുറച്ചാൽ ക്യാഷ് പ്രൈസ് എത്രയാണ് വരുന്നത്? 6,910. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഇതുപോലെ കാണാം. ആദ്യം നമ്മൾ 21,800 കിട്ടിയില്ലേ? അതിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഈ ഒരു ക്യാഷ് പ്രൈസ് എമൗണ്ട് കുറച്ചാൽ മതി. 14,890 കിട്ടും. ഇനി അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് കാണും 5% അഗെയിൻ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ തന്നെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കാണാൻ എന്ത് ചെയ്യുക? ഈ 8,000 നിന്ന്, അതായത് മൂന്നാമത്തെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിന്റെ എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുക. ഈ കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്തെന്ന് കുറച്ചാൽ മതി? ഈ ഇവിടെ നമുക്ക് 14,890 കിട്ടിയിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ്. അതിൽ നിന്നും കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് അറ്റ് ടൈം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കാണാം. പിന്നെ ഇത് പിന്നെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടിൽ നിന്ന് ഇപ്പൊ കിട്ടിയ എമൗണ്ട് പ്ലസ് ചെയ്യാം, 365. ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് പ്രൈസ് ഇൻസ്റ്റാൾമെന്റും ഗിവൺ ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ഗിവൺ ചെയ്തിട്ടില്ലെങ്കിലുള്ള ഒരു കേസും കൂടിയാണ് അതിൽ പഠിക്കാനുള്ളത്. നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്ന് തിയറിറ്റിക്കൽ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പിന്നെ കൂടാതെ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള, അതായത് ഹയർ പർച്ചേസറുടെ ബുക്കിലും ഹയർ വെണ്ടറിന്റെ ബുക്കിലും ഉള്ള അക്കൗണ്ടുകളാണ് സാധാരണയായിട്ട് 10 മാർക്സിനൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. Then accounting arrangements of hire purchase transaction in the books of hire purchaser. പർച്ചേസറുടെ ബുക്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഇതാവാൻ പറ്റും. ക്യാഷ് പ്രൈസ് മെത്തേഡ്. ഇനി ക്യാഷ് പ്രൈസ് മെത്തേഡിൽ ഫുൾ ക്യാഷ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്, കൂടാതെ ഹയർ വെണ്ടർ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യുന്നത്. ഇതിന്റെ ജേർണൽ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹയർ വെണ്ടർ അക്കൗണ്ട്, ദെൻ ഡൗൺ പേ ചെയ്യുമ്പോൾ ഹയർ വെണ്ടർ ടു ബാങ്ക്, ദെൻ ഇൻസ്റ്റാൾമെന്റിന് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹയർ വെണ്ടർ, ദെൻ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ്. പിന്നെ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ കണ്ടില്ല ഒരു ഇൻട്രസ്റ്റും ഇവിടെ ഒരു ഡിപ്രീസിയേഷനും കണ്ടില്ലേ, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ആദ്യം ഡെബിറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ക്രെഡിറ്റ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇനി ഹയർ വെൻഡർ അക്കൗണ്ടിൽ ഉള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്? അസറ്റ് സോൾവ് ചെയ്യുമ്പോൾ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹയർ പർച്ചേസ് സെയിൽസ് അക്കൗണ്ട്. ദെൻ ഡൗൺ പേയ്മെന്റ് സ്വീകരിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹയർ പർച്ചേസ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെന്റ് സ്വീകരിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹയർ പർച്ചേസ്. ഈ ജേണൽ എൻട്രീസ് കാണാതെ പഠിക്കണം കേട്ടോ. ദെൻ ക്ലോസിംഗ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ January 1, 2014 എ ലിമിറ്റഡ് പർച്ചേസ്ഡ് ഫ്രം ബി ലിമിറ്റഡ് 5 ട്രക്സ്. അതായത് എ ലിമിറ്റഡിൽ എന്ത് ചെയ്യും, ബി ലിമിറ്റഡിൽ നിന്ന് 5 ട്രക്കുകൾ വാങ്ങിച്ചു. 50,000 രൂപയാണ് ഡെലിവറി സമയത്ത് കൊടുത്തത്. ബാക്കി 75,000 രൂപയുടെ 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു. ദെൻ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 5%. ക്യാഷ് പ്രൈസ് എത്രയാണ് വരുന്നത്? 3,70,75,000 ആണ് വരുന്നത്. ഇതിന്റെ ഡിപ്രീസിയേഷൻ, ആ ട്രക്കിനുള്ള ഡിപ്രീസിയേഷൻ എത്രയാണ് വരുന്നത്? 10% റിട്ടേൺ ഡൗൺ വാല്യൂലാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ വില എത്രയുണ്ടെന്ന് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക അല്ലെ. ഒന്ന് ആഡ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ 50,000 പിന്നെ 75,000 എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്? 5 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് അല്ലെ. 50,000 ആദ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെന്താ പറയാ നമ്മള്? ഡൗൺ പേയ്മെന്റ് അല്ലെ. 50,000 കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെന്താ പറയുന്നത്? ഡൗൺ പേയ്മെന്റ് കൊടുത്തു. ഡൗൺ പേയ്മെന്റ് കൊടുത്തു. ഡൗൺ പേയ്മെന്റ് അപ്പൊ 50,000 പ്ലസ് പിന്നെ 75,000 എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്? 5 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. 75,000 ഇൻറ്റു 5 നോക്കി നോക്കുക എത്രയുണ്ട് നോക്കുക. 75,000 5 പ്രാവശ്യം പ്ലസ് ഒരു 50,000 4,00,000 വരും. അതായത് അതിന്റെ ഹയർ പർച്ചേസ് പ്രൈസ് എത്ര വരും? 4,00,000 വരുന്നത്. ഹയർ പർച്ചേസ് പ്രൈസ് 4,00,000 വരും. പക്ഷെ അത് പൈസ കൊടുത്ത് 5 ട്രക്ക് വാങ്ങുമ്പോൾ എത്ര കൊടുത്താൽ മതി? 3,25,000 ആവുള്ളൂ. അപ്പൊ എത്ര എക്സ്ട്രാ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്? 50,000 രൂപ. 4,00,000 മൈനസ് 3,25,000 എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് കേട്ടോ. അത് ഒന്നിച്ചല്ല കൊടുക്കുക, ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. സോ ആദ്യം ഇനി നമ്മൾ എ ലിമിറ്റഡ് ആരാണോ വാങ്ങുന്നത് അയാളെയാണ് എന്ത് പറയുന്നത്? ഹയർ പർച്ചേസർ എന്ന് പറയുന്നത്. അയാളുടെ ബുക്കിലുള്ള ജേണൽ എൻട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. ഹയർ പർച്ചേസർ അക്കൗണ്ട് അയാളുടെ ബുക്കിലുള്ള ജേണൽ എൻട്രി ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഹയർ പർച്ചേസർ എ ലിമിറ്റഡിന്റെ ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ട് ഇതാട്ടോ. എ ലിമിറ്റഡിന്റെ ബുക്കില് ബി ലിമിറ്റഡ് എന്നല്ല, ആരെടുത്തുനിന്നാ വാങ്ങുന്നത്? ബി ലിമിറ്റഡിന്റെ അടുത്തുനിന്നല്ലേ വാങ്ങുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഏത് അസറ്റാണോ വാങ്ങിയിട്ടുള്ളത് ഈ അസറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. ഫസ്റ്റ് നമ്മൾ ആ പാർട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് കുറച്ചും കൂടി ഒരു കൺവീനിയന്റ് ആയിട്ടുള്ളത്. അപ്പോൾ വാങ്ങുമ്പോൾ എയുടെ ബുക്കിലാണല്ലോ നമ്മൾ എഴുതുന്നത്. എയുടെ ബുക്കില് ബിയുടെ അക്കൗണ്ട്. വാങ്ങുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താ? ട്രക്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബി ലിമിറ്റഡ്. അപ്പോൾ 3,25,000 മേടിച്ചു. ഇനി അതിന് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുത്തു? ക്യാഷ് കൊടുത്തു 50,000 രൂപ. ബി ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് 50,000. പിന്നെ ഒരു 75,000 രൂപ അതിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ടു ക്യാഷ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഡൗൺ എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഈ എമൗണ്ട് എന്താണ്? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണ്. ഈ എമൗണ്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റും ആണ്. ഇനി ഇവിടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? 16,250 ആണ്. ഈ 16,250 കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ 3,70,75,000 എമൗണ്ട് ട്രക്കിന്റെ തുക എത്രയാണ്? 3,70,75,000 ആണ് അല്ലേ. 3,70,75,000 നിന്ന് നിങ്ങൾ
നിങ്ങളുടെ ഡൗൺ പേയ്മെന്റ് കുറയ്ക്കുക. ഡൗൺ പേയ്മെന്റ് എത്രയുണ്ട്? 50,000 രൂപ കുറയ്ക്കുക. 50,000 രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.25 ലക്ഷം കിട്ടും. എത്രയാണ് കിട്ടുക? 3.25 ലക്ഷം കിട്ടും. ഈ 3.25 ലക്ഷത്തിന്റെ എത്ര ശതമാനം ഇൻട്രസ്റ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്? 5% ഇൻട്രസ്റ്റ്. എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ്? 5% ഇൻട്രസ്റ്റ്. അപ്പൊ എങ്ങനെ ഈ തുക കിട്ടിയെന്ന് ചോദിച്ചാൽ 3.25 ലക്ഷം. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 50,000 കുറയ്ക്കുക. 50,000 കുറച്ചിട്ട് 3.25 ലക്ഷം എന്ന് കിട്ടും. 3.25 ലക്ഷം എന്ന് കിട്ടും. അതിൻ്റെ എത്ര ശതമാനം? 5/100. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഈ 16,250 കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ ബാലൻസ് എഴുതി, ടോട്ടൽ എഴുതി, 3,91,250 ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു. ഈ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു. 2 ലക്ഷത്തി ക്യാരി ഡൗൺ ചെയ്തത് അടുത്ത വർഷത്തേക്ക് 2015 ബ്രോ ഡൗൺ ചെയ്തു. ബൈ ബാലൻസ് ബ്രോ ഡൗൺ 2,66,250. ഇനിയുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഈ എമൗണ്ടിന്റെ മേലെയാണ്. ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നില്ലേ, ആ എമൗണ്ടിന്റെ മുകളിൽ കാണുക 2,66,250ന്റെ 5%. ഒരു ചെറിയ റൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ തുക ഇട്ടിട്ടുള്ളത് കേട്ടോ. 2,66,250 ഇൻറ്റു 5%. അത് ഒന്ന് റൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ എമൗണ്ടുകൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കാൽക്കുലേഷൻ കുറച്ച് ഈസി ആക്കാൻ ഒരു ചെറിയ പോയിന്റ് വെച്ചിട്ടൊക്കെയാണ് അത് വരുന്നത്. ഇനി അതുപോലെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. അടുത്ത വർഷത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു. ഈ ബ്രോ ഡൗൺ ചെയ്യുന്ന തുകയുടെ മേലെ ഇൻട്രസ്റ്റ് കാണുന്നു. പിന്നെ ഇവിടെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നു. അടുത്ത ഇൻസ്റ്റാൾമെന്റ് ക്യാരി ഡൗൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നു. ഈ ബ്രോ ഡൗൺ ചെയ്യുന്നതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കുന്നു, ക്യാരി ഡൗൺ ചെയ്യുക. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം? 5 പ്രാവശ്യം നിങ്ങൾ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നമ്മുടെ ട്രക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ട്രക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ ട്രക്ക് അക്കൗണ്ട് ആരിൽ നിന്നാണ് വാങ്ങുന്നത്? ബി ലിമിറ്റഡിൽ നിന്നാണ്. ടു ബി ലിമിറ്റഡ്. പിന്നെ അതിൻ്റെ വർഷാവസാനം, ഓരോ വർഷാവസാനവും അതിന് ഡിപ്രീസിയേഷൻ കാണുക 10%. അപ്പം 3,75,000ന്റെ 10% 37,500. പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു, അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. അതിൻ്റെ മേലെ 10% ബ്രോ ഡൗൺ. ഓരോ വർഷവും ബ്രോ ഡൗൺ ചെയ്യുന്ന തുകയുടെ മേലെ 10% വീതം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ കണ്ട് ഇട്ടാൽ മതി. വേറൊന്നും ചെയ്യാനില്ല കേട്ടോ. ഓരോ വർഷവും എത്രയാണോ നിങ്ങൾ ബ്രോ ഡൗൺ ചെയ്യുന്നത് ആ എമൗണ്ടിന്റെ മേലെ ഡിപ്രീസിയേഷൻ ചെയ്ത് ഇടുക. അത്രയേ ഉള്ളൂ. എത്ര % ഡിപ്രീസിയേഷൻ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 10%. അപ്പൊ ആ 10% വെച്ചിട്ട് തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇനി അടുത്തത് പറയാനുള്ളത് ഡീഫോൾട്ട് ആൻഡ് റീപൊസിഷൻ. അതായത് ഇൻ കേസ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ ഇയാൾ എന്തെങ്കിലും പറ്റിയില്ല, ഫൈനാൻഷ്യലി ഇയാൾക്ക് ബുദ്ധിമുട്ട് വന്നു, അതോട് കൂടിയിട്ട് ഈ ഹയർ വെണ്ടർ എന്ത് ചെയ്യും? നമുക്ക് തന്ന സാധനം എടുത്തു കൊണ്ടുപോകും. അതിനെയാണ് റീപൊസഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ റീപൊസഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേർണൽ എൻട്രീസ് വരുന്നത് ബുക്സ് ഓഫ് ബയറുടെ അക്കൗണ്ടിൽ എന്ത് വരും? ഹയർ വെണ്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഇനി എന്തെങ്കിലും ആ അസറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ബാക്കി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. രണ്ടാമതായിട്ട് ഇവിടെ സെല്ലറുടെ ബുക്കിൽ എന്തെല്ലാം ജേർണൽ എൻട്രി വരും? റീപോസസ്ഡ് അക്കൗണ്ട്, ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസ് അക്കൗണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യണം? ഈ റീപൊസഷൻ അക്കൗണ്ടിൽ റീസെയിൽ പ്രൈസസ് ക്രെഡിറ്റഡ്, എന്താണ്, റീപൊസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഏതൊക്കെ എക്സ്പെൻസസ്? കാരണം നമ്മൾ റീപോസസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ 2 or 3 മാസം ഉപയോഗിച്ച സാധനമാണ് റീപോസസ് ചെയ്യുന്നത്. അപ്പൊ പിന്നീട് അത് തിരിച്ചും മറിച്ചും വിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിന് കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണ്ടേ? അപ്പൊ ആ മെയിൻ്റെനൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പയർസ് എന്ത് ചെയ്യണം? റീപോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് നമ്മളത് റീസെയിൽ ചെയ്യുകയും ചെയ്യും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട്
ഉള്ള കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. ബയറും സെല്ലറും എന്ത് ചെയ്യണം? ഡു നോട്ട് ക്ലോസ് സെല്ലേഴ്സ് അക്കൗണ്ട് ആൻഡ് ബയേഴ്സ് അക്കൗണ്ട് ഇൻ ദ റെസ്പെക്റ്റീവ് ബുക്ക്. പിന്നെ അത് ഒരു എഗ്രീഡ് വാല്യൂലാണ് അസറ്റ് എന്ത് ചെയ്യുന്നത്, ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി തരികയായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് വരിക. ഓൺ January 1, 2017 ABC ലിമിറ്റഡ് സോൾഡ് സം പ്ലാന്റ് ആൻഡ് മെഷീനറി കോസ്റ്റിംഗ് ₹28,000. ക്യാഷ് പ്രൈസ് 28,000 രൂപയുടെ ഒരു സാധനം എന്ത് ചെയ്തു, ഒരു മെഷീനറി വിറ്റു. ഹയർ പർച്ചേസിന് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് 7,500 രൂപ ഡൗൺ പേയ്മെന്റും ബാക്കി 7,500 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റും ചേർന്നിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കി നോക്കുക, 7,500 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം അല്ലേ. 7,500 × 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 രൂപ. ശരിക്ക് അതിന്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത്? 28,000 രൂപയാണ്. അപ്പോൾ 2,000 രൂപയുടെ ഇൻട്രസ്റ്റ് ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5% ആണ്. ഈ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10% അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. ദെൻ XYZ ലിമിറ്റഡ് മേക്ക് ദ ഡൗൺ പേയ്മെന്റ്. ഡൗൺ പേയ്മെന്റ് പറഞ്ഞാൽ 7,500 ആദ്യത്തെ ഡൗൺ അടച്ചു, പിന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 7,500 അടച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഇവര് ആ സാധനങ്ങൾ തിരിച്ചെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ABC ലിമിറ്റഡ് എന്ത് ചെയ്തു? ABC ലിമിറ്റഡ് 300 രൂപ ചെലവാക്കി അതുമ്പോൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് അത് 15,350 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമിൻ്റെയും ബുക്കുകളാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാങ്ങിയ ആളാരാണ്? XYZ ലിമിറ്റഡ്. അപ്പോൾ അവരുടെ ബുക്കാണ് ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം വാങ്ങുന്ന ജേണൽ എൻട്രി ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ABC ലിമിറ്റഡ്. അപ്പോൾ ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി 28,000 രൂപ അല്ലേ. പിന്നെ അതിന് ക്യാഷ് ഡൗൺ പേയ്മെന്റ് കൊടുത്തു ടു ക്യാഷ്. പിന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 7,500. ഇനി ഇൻട്രസ്റ്റ് കാണൽ എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഏതൊക്കെ എമൗണ്ട് എന്നാണ്? 28,000 അല്ലേ. 28,000-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഡൗണ് കുറയ്ക്കണം. 7,500 ഡൗണ് കുറയ്ക്കണം. 28,000-ൽ നിന്ന് 7,500 ഡൗൺ കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടായിരിക്കും ബാലൻസ്? 28,000 മൈനസ് 7,500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,500. 20,500 ഇൻറ്റു എത്ര ശതമാനമാണ്? 5%. ഇൻറ്റു 5% എന്ന് പറഞ്ഞാൽ 10,25. അപ്പോൾ ആ രീതിയിൽ കാണുന്നു. എന്നിട്ട് പിന്നെ ബാലൻസ് ചെയ്യുന്നു. അടുത്ത വർഷത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു. ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു. ആ ബ്രോ ഡൗൺ ചെയ്ത പിന്നീടൊക്കെ ഈ ബ്രോ ഡൗൺ ചെയ്യുന്ന തുകയാണ് കേട്ടോ. ഇവിടെ ഈ ബ്രോ ഡൗൺ ചെയ്യുന്നില്ലേ 14,025, അതിൻ്റെ 5%. ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 14,025-ൻ്റെ 5%. ഇത് എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ആ പ്ലാന്റ് ആൻഡ് മെഷീൻ. അപ്പോൾ ഈ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അദ്ദേഹം അടച്ചു. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് എത്തിയപ്പോൾ എന്താ ഉണ്ടായത്? ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായില്ല, അപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ല അല്ലേ. സോ ഇതോട് കൂടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ ഇത്. അപ്പോൾ 14,025 ബാലൻസ് ഉണ്ടായിരുന്നു 701 രൂപ. മൊത്തം എത്രയായി ഇപ്പം അതിൻ്റെ വില? 14,726 ഈ പ്ലാന്റ് അത് എവിടേക്ക് മാറ്റി? പ്ലാന്റ് ആൻഡ് മെഷീനറി ഇവർ റീപ്രോസസ് ചെയ്തു. റീപ്രോസസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ABC ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി 14,726. അത്ര അത് ചെയ്തിട്ട് അത് അവിടെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഉണ്ടാക്കുക. ആദ്യം വാങ്ങി പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ABC ലിമിറ്റഡ് 28,000, 10% ഡിപ്രീസിയേഷൻ. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു. പിന്നെ ബ്രോ ഡൗൺ ചെയ്തു. അതിന് 10% എഗെയിൻ ഡിപ്രീസിയേഷൻ. പിന്നെ ആ അസറ്റ് ഇവരെടുത്ത് കൊണ്ടുപോയില്ലേ? എത്രയാകുമ്പോഴാണ് എത്ര ബാലൻസ് നമ്മൾ കൊണ്ടുപോയത്? 14,726 അല്ലേ. ബാക്കി തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും ബാലൻസ് എന്തെങ്കിലും ബാക്കി അതിലുണ്ടെങ്കിൽ അത് എവിടേക്ക് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് അപ്പം ജേണൽ എൻട്രി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, അതിൽ വേറൊന്നും എഴുതാനില്ല. 25,200 രണ്ട് ഭാഗത്തും ക്ലോസ് ചെയ്യുക.
പിന്നെ ഈ എമൗണ്ടുകൾ ഈ 2520 14,726 ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയേ ഉണ്ടാവുള്ളൂ? 7,954 വരും. അത് എവിടേക്ക് മാറ്റുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റുക. ഇനി നമ്മൾ ഈ XYZന്റെ അക്കൗണ്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ABC ലിമിറ്റഡിൽ സെയിൽ ചെയ്യുന്നു. പിന്നെ ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇത് സംഭവം പറഞ്ഞാലേ ഈ പ്ലാന്റ് ആൻഡ് മെഷീൻ ഈ ABC ലിമിറ്റഡ് ഇല്ലേ, ഈ ABC ലിമിറ്റഡിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് ഇത് വരിക. ഇവിടെ വരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും XYZ ലിമിറ്റഡ് വരിക. അത് രണ്ടും കൂടി നിങ്ങൾ കമ്പയർ ചെയ്താൽ അറിയാം. ഇവിടെ ടു സെയിൽസ് എന്ന് വരും, പിന്നെ ഇൻട്രസ്റ്റ് വരും. ഇവിടെ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ്, ഇവിടെ ഡൗൺ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരും, പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക. പിന്നെ ഇവിടേക്ക് എന്ത് ചെയ്തു? ബ്രോ ഡൗൺ ചെയ്തു. അതേപോലെ ഇൻട്രസ്റ്റ്, പിന്നെ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ 14,726 എമൗണ്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഉണ്ടാക്കി, അത് 14,726 അതായത് പിന്നെ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? 300 രൂപ റിപ്പയർ ചാർജ് കൊടുക്കണം അല്ലേ? പിന്നെ നമുക്കറിയുന്നത് ഇത് വിറ്റു, റീപ്രോസസ് ചെയ്ത സാധനം എത്ര രൂപയ്ക്ക് വിറ്റു? 15,350 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീപ്രോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട്. അപ്പൊ ബൈ ക്യാഷ് എന്ന് വരും. ഇനി ഇതൊക്കെ തമ്മിൽ അപ്പൊ ഇനി അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാം. 15,350 വരും. ഇതിനൊരു എമൗണ്ട് ഇവിടെ ഒരു കുറവ് വരും. ഈ കുറവുള്ള ഇവിടെ എഴുതിയാൽ അത് പ്രോഫിറ്റ് ആണ്. ഇതിന്റെ ഫലമായിട്ട് റീപ്രോസസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ആണ്. സോ കോസ്റ്റ് അല്ല, പ്രോഫിറ്റ് ഓൺ സെയിൽസ് 324. ഇനി സെയിം ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ആ സാധനം എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ, മേ ബി പാർഷ്യലായിട്ട് എടുത്തു കൊണ്ടുപോവാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ജലാനി ഡിസ്ട്രിബ്യൂട്ടർ സോൾഡ് 3 ലൈറ്റ് കൊമേഴ്ഷ്യൽ വാൻസ് ടു ജെയിൻ എന്റർപ്രൈസസ് ഓൺ ജാനുവരി ആൻഡ് ജലാനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പർച്ചേസ്ഡ് ആണ്. ദെൻ അടുത്തത് എത്ര വാനാണ് നോക്കി നോക്കൂ. അതൊന്നും ഞാൻ ഒന്നിച്ച് അങ്ങനെ പറയുന്നില്ല. വാനാണ്. ഒരു വാനിന് 90,000 രൂപയാണ്. ഡൗൺ പേയ്മെന്റ് ഒരു വാനിന് 30,000 രൂപ വെച്ചിട്ടാണ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്നത്. എത്ര വാൻ ഉണ്ടെന്ന് നമ്മൾ നോക്കി നോക്കാം. 3 വാനിന് അപ്പം എത്ര ഉണ്ടായിരിക്കും? 3 വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 വെച്ചിട്ട് അല്ലേ? 30,000 വെച്ചിട്ട് നമ്മൾ എത്ര ഉണ്ടായിരിക്കും? 30,000 ഇൻറ്റു 3 അല്ലേ? 3 വാനല്ലേ? അപ്പൊ എത്ര കൊടുക്കണം? 90,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിരിക്കണം. പിന്നെ റിമൈനിങ് 3 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. പിന്നെ ബാക്കിയുള്ള എമൗണ്ട്. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാനിന് 90,000 രൂപ. ഒരു വാനിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 90,000 രൂപയാണ് അല്ലെ? ഒരു വാനിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാല് 90,000 രൂപയാണ് നമുക്ക് വരുന്നത് അല്ലെ? ഒരു വാനിന്റെ എമൗണ്ട് നമുക്ക് 90,000 രൂപയാണ് വരുന്നത്. അപ്പൊ 90,000 ഇൻറ്റു 3 വാന് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 2,70,000 വരും അല്ലെ? ഈ 2,70,000 നമ്മൾ ഡൗൺ പേയ്മെന്റ് ഒന്നിന് 30,000 വെച്ച് 3 നമ്മൾ എത്ര കൊടുത്തു? 90,000 കൊടുത്തു. അപ്പൊ ബാക്കി ഇനി എത്ര വരും? 1,80,000 വരും. ബാക്കി എത്ര വരിക? 1,80,000 വരും. അത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 60,000 വെച്ചിട്ടാണ് ഓരോ ഇൻസ്റ്റാൾമെന്റ് വരിക. മനസ്സിലായിട്ടുണ്ടോ? ഇനി അതിന് ഇൻട്രസ്റ്റ് 15% ഈ അസറ്റിന് ഡിപ്രീസിയേഷൻ 20% പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു, പക്ഷെ പിന്നീട് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഡൗണും അടച്ചു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പോയിട്ടുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാല് എല്ലാ വാനും കൊണ്ടുപോയി. 3 വാനില്ലേ, 2 വാൻ ഇവർ കൊണ്ടുപോയി, ബാക്കി കൊണ്ടുപോയിട്ടില്ല. ആ കൊണ്ടുപോയപ്പോൾ ആ സമയത്ത് ഇവരെന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ 20% ഉള്ളത് അത് എത്ര ശതമാനമാക്കി ഇട്ടു? 30% ഉയർത്തുകയും ചെയ്തു. പിന്നെ കൂടാതെ പറഞ്ഞിട്ടുള്ളത് 2,000 രൂപ റിപ്പയറിംഗ് ചാർജ് വന്നു. പിന്നീട് അത് 92,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടുകളൊക്കെ കാണിക്കണം. ആരാണ് ഹയർ പർച്ചേസർ? ജെയിൻ എന്റർപ്രൈസസ് ആണ്. അതിൽ ജലാനിന്റെ അടുത്ത് നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ മേടിക്കുന്നു, വാന് വാങ്ങിക്കുന്നു 2,70,000 രൂപയ്ക്ക്. 3 വാനിന് 30,000 ഡൗൺ വെച്ച് 90,000 രൂപ കൊടുക്കുന്നു. ഇൻസ്റ്റാൾമെന്റ് 60,000. ഇൻട്രസ്റ്റ് നോക്കൂ, ഇൻട്രസ്റ്റ് എങ്ങനെ കാണുക? 1,80,000. എങ്ങനെ 1,80,000 കിട്ടിയത്? 1,80,000 എങ്ങനെ കിട്ടിയത്? ഞാൻ നേരത്തെ പറഞ്ഞു 2,70,000
2,70,000 മൈനസ് 90,000 കേട്ടോ. 90,000 ആ എമൗണ്ട് ആണ് 1,80,000, അതിൻ്റെ 5%. ഇവിടെ നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റും കൂടി കൊടുക്കുക ഒരു പറഞ്ഞിട്ട് രണ്ടും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ 27,000 കൂടി ചേർത്ത് വേണം ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ. സോ 87,000 കൊടുക്കണം. ഇപ്പൊ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. ആ ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. ബ്രോ ഡൗണിന്റെ മേലെ അഗെയിൻ വി കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് 1,20,000 മേലെ 5% കാണുന്നു. ദെൻ രണ്ടാമത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇനി നമുക്ക് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു 2 വാന് തിരിച്ചെടുക്കുകയാണ്. ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ 2 വാനിന്റെ വാല്യൂ എത്ര ഉണ്ടാവും? 90,000 വെച്ച് 1,80,000 ഉണ്ടാവും അല്ലേ? അതിന് ഒന്നാമത്തെ വർഷം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 1,80,000 30%. അതായത് ഒരു റീപ്രോസസ് ചെയ്യുമ്പോൾ 20% ഡിപ്രീസിയേഷൻ എത്ര കൂട്ടി? 30% വന്നല്ലോ അല്ലെ? അപ്പൊ അത് പിന്നെ ഈ ആദ്യത്തെ വർഷത്തെ 54,000 കുറയ്ക്കുക. രണ്ടാമത്തെ വർഷം ഡിപ്രീസിയേഷൻ ശരിക്കും 1,80,000 ഉണ്ടായിരുന്നു. ഒന്നാമത്തെ വർഷം കഴിയുമ്പോൾ 54,000 ഡിപ്രീസിയേഷൻ കുറച്ച് പിന്നെ എത്രയേ ഉണ്ടാവുള്ളൂ? 1,26,000. അതിന്റെ മേലെ വീണ്ടും ഡിപ്രീസിയേഷൻ 37,800. അങ്ങനെ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ ടോട്ടൽ 91,80,000 കുറച്ച് 88,200 രൂപയാണ് റീപ്രോസസ്ഡ് ഈ വാന്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അത് 30%. ഇതേപോലെ നമ്മൾ അത് 20%-ലും കാണണം. കാരണം ആ 20% ഡിപ്രീസിയേഷൻ അല്ല, സെയിം പ്രൊസീജിയർ 20%-ൽ ഡിപ്രീസിയേഷൻ കാണുന്നു. ആ 20%-ലുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടതിന് ശേഷം നിങ്ങൾ അത് തമ്മിലുള്ള വ്യത്യാസം 30%-ന്റെ എമൗണ്ട് ഇതാ 88,200, 20%-ന്റെ എമൗണ്ട് ഇതാ 1,15,200. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ലോസ് ഓൺ ഡിപ്രീസിയേഷൻ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്ക് 30% വെച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് അവരെടുക്കുന്നത് 88,200. ശരിക്കും അതിന് 20% വെച്ച് 1,15,200. അപ്പൊ എത്ര ലോസ് വരുന്നത്? 27,000. ലോസ് ഓൺ റീപൊസഷൻ എത്ര വരുന്നത്? 27,000. ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ അതാണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ ചെയ്തിട്ട് എവിടെ വരെ എത്തി? ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവും. രണ്ടാമത്തെ സെക്ഷനിൽ ഇൻസ്റ്റാൾമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ആ കൊമേഴ്ഷ്യൽ വാൻ എന്ത് ചെയ്തു? അവര് ടേക്ക് ഓവർ ചെയ്യണം, അല്ല റീപ്രോസസ് ചെയ്തു 88,200 രൂപയ്ക്ക് അല്ലേ? 88,200 രൂപയ്ക്ക് ആ കൊമേഴ്ഷ്യൽ വാന് അവര് കൊണ്ടുപോയി അല്ലേ? പിന്നെ അതേപോലെ അതിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചാർജ് ചെയ്തു. പിന്നെ ബാലൻസ് എത്രയാണുള്ളത്? ഒരു വാൻ്റെ ബാലൻസ് 49,800 അതവിടെ എഴുതി. ഇനി അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് വാനിന്റെ അക്കൗണ്ട് ഉണ്ടാക്കി 2,70,000 വാങ്ങി. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കൊടുത്തു, ബാലൻസ് കണ്ടു, ബ്രോ ഡൗൺ ചെയ്തു. അതിൻ്റെ മേലെ വീണ്ടും 20% ഡിപ്രീസിയേഷൻ. പിന്നീട് എന്ത് ചെയ്തു? ആ രണ്ടാമത്തെ വർഷത്തിൽ 2 വാന് റീപ്രോസസ് ചെയ്യുന്നതിൻ്റെ ജേണൽ ഇത് കൊടുത്തു. 88,200 റീപ്രോസസ് ചെയ്യുമ്പോൾ 27,000 രൂപ നമുക്ക് എന്തുണ്ട്? ലോസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാം. വർക്കിംഗ് നോട്ടിൽ നമ്മളത് കാണിച്ചു അല്ലേ? ഈ സാധനങ്ങളൊക്കെ ഇവിടേക്ക് എഴുതുക, എന്നിട്ട് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യാം. ഇനി ജലാനിയുടെ ടീം ഹയർ വെണ്ടറുടെ അക്കൗണ്ടിൽ ജെയിൻ എന്റർപ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ അവിടെ ഉള്ളതിന്റെ ഹയർ പർച്ചേസറുടെ ബുക്കിൽ ഏത് സൈഡിലാണോ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയാൽ എന്തായി? ഹയർ വെണ്ടറുടെ അക്കൗണ്ടായി. പക്ഷെ ഈ എഴുതുന്നതിൽ ചെറിയൊരു എമൗണ്ട് ടു സെയിൽസ്, എമൗണ്ട് സെയിം ആയിരിക്കും. ഇവിടെ ടു സെയിൽസ് എന്നാണ് വരിക. ആ എമൗണ്ട് കൊടുക്കുക. അവിടെ എന്താ വരിക? വാൻ എന്നാ വരിക. പിന്നെ ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ആ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്? ഇവിടെ നോക്കൂ, ഞാൻ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ഇവിടെ കൊടുക്കാൻ വിട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്? 27,000 രൂപ. ഇൻട്രസ്റ്റ് എമൗണ്ട് 27,000 രൂപ. അത് ഞാനിവിടെ കൊടുത്തിട്ടില്ലേ? 1,80,000.
1,80,000 എത്ര ശതമാനം? 15%, 27,000 രൂപ ഇൻട്രസ്റ്റ്. പിന്നെ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ക്യാരി ഡൗൺ ചെയ്യുന്നു, പിന്നെ അത് ബ്രോ ഡൗൺ ചെയ്തു, എഗൈൻ ബ്രോ ഡൗൺ ചെയ്ത തുകേന്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, ഗുഡ്സ് റീപ്രോസസ് ചെയ്തു, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു, പിന്നെ ബ്രോ ഡൗൺ ചെയ്തു. ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിലാണെങ്കിലോ 88,200 റീപ്രോസസ് ചെയ്യുന്നു, റിപ്പയറിന് 2,000 രൂപ ചെലവാക്കി. എത്ര രൂപയ്ക്കാണ് വീണ്ടും അത് റീസെയിൽ ചെയ്യുന്ന? 92,000 രൂപയ്ക്ക്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചാൽ അതാണ് പ്രോഫിറ്റ് ഓൺ റീസെയിൽ. എത്രയാ? 1,800 രൂപ. അപ്പൊ ഇത്രയാണ് ഈ ഹയർ പർച്ചേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നന്നായിട്ട് നോക്കുക. പിന്നെ അതിൽ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടി കിടക്കുന്നുണ്ട്. ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തെ നമ്മൾ ഡെഫേർഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന് പറയും. അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയർക്ക് ഓണർഷിപ്പും പൊസഷനും ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹയർ പർച്ചേസിലാണെങ്കിൽ പൊസഷൻ കൊടുക്കും, പക്ഷെ ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നില്ല? കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റാൾമെന്റ് പോലെ തന്നെ മറ്റേ ഹയർ പർച്ചേസിൽ പോലെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് നടത്താം. ഡിഫോൾട്ട് എന്തെങ്കിലും വീഴ്ച വരുത്തിച്ചിട്ട് സെല്ലർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഗുഡ്സ് എടുത്ത് കൊണ്ടുപോവില്ല. പിന്നെന്താണ്? സെല്ലർ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഡ്യൂ ആയതിനു വേണ്ടിയിട്ട് ഡ്യൂ ആയ എമൗണ്ടിന് വേണ്ടിയിട്ട് സെല്ലർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് ഒരു ഹയറിംഗ് ആണ്, എഗ്രിമെന്റ് ഓഫ് ഹയറിംഗ്. ഇതെന്താണ്? എഗ്രിമെന്റ് ഓഫ് സെയിൽ ആണെന്ന് പറയും. ഇവിടെ പൊസഷൻ അത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവകാശം എന്നുള്ള രീതിയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇവിടെ പൊസഷനും കിട്ടും, അതിന്റെ ടൈറ്റിൽ ഡീഡും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഉടമസ്ഥാവകാശവും ഇതുണ്ട്. ഇവിടെ ഗുഡ്സ് എന്ത് ചെയ്യും? എന്തെങ്കിലും ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വീഴ്ച വരുത്തി എടുത്തുകൊണ്ടുപോകും, ഇവിടെ എടുത്തുകൊണ്ടുപോവില്ല. ഇവിടെ ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് അതുവരെ അടച്ചിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യും? ഹയർ ചാർജ് വാടകയായിട്ട് കണക്കാക്കും. ഇവിടെ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫോർഫീറ്റ് ചെയ്യുന്നില്ല. സെല്ലർ ക്യാൻ അറ്റ് ദ മോസ്റ്റ് സ്യൂ ദ ബയർ ഫോർ ദി എമൗണ്ട്. സെല്ലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ബാക്കിയുള്ള എമൗണ്ട് ഡ്യൂ ആയതിനു വേണ്ടിയിട്ട് സെല്ലർക്ക് ബയർക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ബയർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? സെല്ല് ചെയ്യാനോ നശിപ്പിക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും അവകാശമില്ല. ഇവിടെ ബയർക്ക് വേണമെങ്കിൽ നശിപ്പിക്കുകയോ ഡാമേജ് വരുത്തുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഹയർ പർച്ചേസ് എന്ന ഈ ഒരു പോർഷനിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. എല്ലാവർക്കും ശരിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.